അപ്പോൾ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിന് പാർലമെന്റിന്റെ പിന്തുണയില്ലാതെ പറ്റില്ല. വേണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കും. ആ ഗവൺമെന്റ് മാക്രോണിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയും ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അദ്ദേഹത്തിന് മധ്യ വലതുപക്ഷ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫ്രാൻസിൽ അവരുടെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. 577 അംഗ ദേശീയ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരിസ്ഥിതിക്ക് പ്രാമുഖ്യം നൽകണം എന്ന് വാദിക്കുന്ന പാർട്ടികളും ഒക്കെ ചേരുന്ന ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രം രൂപവൽക്കരിക്കപ്പെട്ട സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് മുന്നിലെത്തി. നിലവിലുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേതൃത്വം നൽകുന്ന എൻസെമ്പിൾ എന്ന് പറയുന്ന മധ്യ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെല്ലാം ചേരുന്ന സഖ്യമാണ് രണ്ടാമതെത്തിയിരിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്നും ഒരുപക്ഷെ അധികാരത്തിലെത്തുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന നാഷണൽ റാലി പാർട്ടി, തീവ്ര വലത് നിലപാടുകളുള്ള മുസോളിനിയെ പോലും നേതാവായി അംഗീകരിക്കുന്ന നാഷണൽ റാലി പാർട്ടി, അവരിത്തവണ വലിയ നേട്ടമുണ്ടാക്കുന്നു, ഒരുപക്ഷെ അധികാരത്തിൽ വരുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവർ 3-ം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ആർക്കും കേവല ഭൂരിപക്ഷമില്ല നാഷണൽ അസംബ്ലിയിൽ. അപ്പോൾ ഇനി പുതിയ സർക്കാർ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരു സഖ്യകക്ഷി സർക്കാരായിരിക്കും നിലവിൽ വരിക എന്നാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിലവിലുള്ള പ്രധാനമന്ത്രിയോട് തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇനിയും വന്നിട്ടില്ല. കൗതുകരം എന്നുള്ളത് ഇംഗ്ലണ്ടിലേതുപോലെ തന്നെ ഇടത് അനുഭാവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാർട്ടികൾ ചേരുന്ന ഒരു സഖ്യം ഫ്രാൻസിലും തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയിരിക്കുന്നു എന്നാണ്. തീർത്തും അപ്രതീക്ഷിതമാണ്. അത് മാത്രമല്ല, ഫ്രാൻസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രാമുഖ്യം ഇല്ലാത്ത ഒരു നാഷണൽ അസംബ്ലി നിലവിൽ വരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യവുമാണ്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ PJ വിൻസെൻ്റ് ആണ്, വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ അധ്യാപകൻ. ഫ്രാൻസിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമ്മൾ കഴിഞ്ഞ UK തെരഞ്ഞെടുപ്പ് ഫലം പറഞ്ഞപ്പോൾ ഈ നാഷണൽ റാലി പാർട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം അവരുണ്ടാക്കി. ഇത്തവണ അവർക്ക് വലിയ സ്റ്റേക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നു. ആദ്യ റൗണ്ട് ഇലക്ഷനിൽ അവർ മുന്നിലെത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്? യൂറോപ്പ്, വിശിഷ്യ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മഹത്തായ 3 മുദ്രാവാക്യങ്ങൾ ലോകത്തിന് നൽകിയത് ഫ്രഞ്ചുകാരാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ രൂപം കൊണ്ടതാണ് ഫ്രഞ്ച് പാർലമെൻറ്റ്. അത് നാഷണൽ കൺവെൻഷനായിരുന്നു, പിന്നീട് അത് നാഷണൽ അസംബ്ലി ആയിട്ട് മാറി. ആ അസംബ്ലിയിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. യൂറോപ്പിൽ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ടെങ്കിലും ഈ കൺസർവേറ്റീവ് റവല്യൂഷൻ്റെ മറപിടിച്ച് വംശീയ ദേശീയതയും അതുപോലെ മതമൗലികവാദവും ചേർത്ത ആശയങ്ങൾ പിൻപറ്റുന്ന പാർട്ടികൾക്ക് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 2011 അറബ് വസന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോർത്ത് ആഫ്രിക്കൻ മേഖലയിലും അതുപോലെ സിറിയയിലുമൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായി സിറിയയിൽ ഏകദേശം രാഷ്ട്രവ്യവസ്ഥ തകരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ബാഷർ അൽ അസദ് അവിടെ അധികാരത്തിൽ തുടരുന്നുണ്ടെങ്കിലും അതിന്ന് ഒരു തകർന്ന രാജ്യമാണ്. അതുപോലെ നോർത്ത് ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ ജനമുന്നേറ്റമുണ്ടായി. അപ്പം അവിടെ നിന്നൊക്കെ വലിയ രൂപത്തിൽ യൂറോപ്പിലേക്ക് പലായനമുണ്ടായി. മെഡിറ്ററേനിയൻ സമുദ്രം കടന്ന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് പ്രവഹിക്കുകയാണ്. സിറിയയിൽ നിന്ന് കരമാർഗം കിഴക്കൻ യൂറോപ്പിലെത്തി അവിടുന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് അഭയാർത്ഥികൾ വരുന്നു. ഇങ്ങനെ വരുന്ന അഭയാർത്ഥികൾ ആ രാജ്യത്തിൻ്റെ സ്വാഭാവികമായ സംസ്കൃതിയെയും അവരുടെ തൊഴിലവസരങ്ങളെയും അവരുടെ വികസനത്തെയും ഒക്കെ തകർക്കുന്നു എന്ന വാദമാണ് ഈ മേഖലയിലുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ മുന്നോട്ട് വച്ചത്. അതിന് വലിയ അംഗീകാരം അവിടെ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ യൂറോപ്പ് മൊത്തമെടുത്താൽ അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തമായ രാജ്യങ്ങൾ ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഈ 4 രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, അവർ ഇറ്റലിയിൽ അധികാരത്തിൽ വന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുസോളിനിയൊക്കെ ആരാധിക്കുന്ന ആളാണ് മെലോണി. അവരവിടെ അധികാരത്തിൽ വന്നു.
ഫ്രാൻസിൽ ലീപ്പെന്നിൻ്റെ കാലം മുതൽ തന്നെ തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. അവരുടെ പുത്രി മാരി ലീപ്പെന്നാണ് ഇപ്പോൾ ആ സഖ്യത്തെ നയിക്കുന്നത്. അവർ കഴിഞ്ഞ യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. അപ്പോൾ ഈ നാഷണൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അതുപോലെ ജർമ്മനിയിലെ AFD എന്ന് പറഞ്ഞ പാർട്ടി, ആൾട്ടർനേറ്റീവ് ഫോർ ഡെമോക്രസി, അവർ വലിയ ഒരു ശക്തതയായിട്ട് അവിടെ മാറിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. UK റിഫോംസ് പാർട്ടിക്ക് 14% വോട്ട് കിട്ടി. കാരണം ഇംഗ്ലണ്ടിലെ പരമ്പരാഗതമായ ഒരു പൊളിറ്റിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് ലേബർ പാർട്ടി, ടോറികൾ അഥവാ കൺസർവേറ്റീവ്സ്, ലിബറൽ പാർട്ടി എന്നുള്ളതാണ്. ഇവർ 3 പേരുമാണ്. അപ്പം ഇവിടെ ലിബറൽ പിന്നോട്ട് പോയി ലിബറൽ പാർട്ടിയേക്കാൾ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി അവിടുത്തെ UK റിഫോം പാർട്ടി മാറി. 14% വോട്ടാണ് റിഫോം UK പാർട്ടി നേടിയത്. 12% മാത്രമേ ലിബറൽ ഡെമോക്രാറ്റിക്ക് നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇതോടൊപ്പം ഒരു പുരോഗമന തരംഗം കൂടി യൂറോപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കിട്ടുന്നത്. ഈ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഇടതുപക്ഷ പാർട്ടികളും മധ്യ ഇടതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ നിലപാടെടുക്കുന്ന സെൻട്രൽ റൈറ്റ് ഓർ സെൻട്രൽ ലെഫ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ടും. ആ നിലപാടെടുക്കുന്ന മാക്രോണിൻ്റെ പാർട്ടിയും തമ്മിൽ തന്ത്രപരമായി സഹകരിച്ചപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമായത്. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളും ജനങ്ങളും ഐക്യപ്പെട്ടപ്പോൾ തീവ്രവംശീയതയും വർഗീയതയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നവർ പിന്നോട്ട് പോയി. ഇതാണ് ഫ്രാൻസിൻ്റെ ഒരു ചിത്രം. അവിടെ തന്ത്രപരമായി സഹകരിക്കുവാൻ, അതായത് ഈ വലതുപക്ഷ തീവ്ര വലതുപക്ഷ തീവ്രദേശീയ വംശീയദേശീയ മതമൗലികവാദപരമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ ഈ ആശയങ്ങളെയൊക്കെ പിൻപറ്റുന്ന സംഘത്തിനെതിരെ അവിടെ വിശാല ജനാധിപത്യത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് ചിന്തിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകൾ, ഇടതുപക്ഷക്കാർ, ഗ്രീൻ പാർട്ടി തുടങ്ങി ആളുകൾ തന്ത്രപരമായി സഹകരിച്ചു. അങ്ങനെ സഹകരിച്ചതുകൊണ്ടാണ് അവർ 3ാം സ്ഥാനത്തേക്ക് പോയത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഏതാണ്ടൊരു 2 ദശാബ്ദത്തിലധികമായിട്ട് ഈ പറയുന്ന തീവ്രദേശീയതയോ അല്ലെങ്കിൽ തീവ്ര വലത് നയങ്ങളോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ അജണ്ടയോ തീവ്ര വർഗീയ അജണ്ടയോ ഒക്കെ പുലർത്തുന്ന പാർട്ടികളോട് എതിരിടാനായിട്ടുള്ള സഖ്യങ്ങളെക്കുറിച്ച് ആലോചനകൾ നടത്താറുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപക്ഷെ കുറെ കൂടെ ഭേദപ്പെട്ട ഒരു സഖ്യം ഇതിനെതിരെ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടത്. മുൻകാലത്തൊക്കെ ഒരുപക്ഷെ ഇലക്ഷന് ശേഷം സഖ്യങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴാണ് അത് വന്നത്. ഫ്രാൻസിൽ പക്ഷേ ഇപ്പോൾ ഈ ലിപ്പൻ്റെ മകൾ മരിൻ ലിപ്പൻ, അവരുടെ നേതൃത്വത്തിലുള്ള ഈ നാഷണൽ റാലി പാർട്ടി വലിയ വെല്ലുവിളി ഉയർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക, യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ മുന്നേറി, നാഷണൽ അസംബ്ലിയിൽ അവർ മുന്നേറിയേക്കാം എന്ന് ഫസ്റ്റ് റൗണ്ടിൽ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഈ അറേഞ്ച്മെൻറ്റിലേക്ക് അവിടുത്തെ പാർട്ടികൾ വളരെ പെട്ടെന്ന് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ 2ാം ഘട്ടത്തിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അതായത് ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രീൻ പാർട്ടിയും ഒക്കെ ചേരുന്ന ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത 100-ലേറെ സ്ഥാനാർത്ഥികൾ വിഡ്രോ ചെയ്യുന്നു. അവർ എൻസെമ്പിൾ എന്ന് പറയുന്ന മാക്രോണിൻ്റെ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പുറത്ത് മാക്രോണിൻ്റെ സഖ്യത്തിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത 100-ലേറെ സ്ഥാനാർത്ഥികൾ പിന്മാറുന്നു. അവർ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ. അപ്പോൾ ഈ അപകടത്തെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അത് ഇപ്പോൾ തടയേണ്ടതാണ് എന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ പാർട്ടികളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു രീതിയായിരിക്കും. തീർച്ചയായിട്ടും അതെ. അല്ല, ഫ്രാൻസിനത് കഴിയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ലെഗസി ഉണ്ട് അവർക്ക്. അപ്പം ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പാരമ്പര്യം ഇപ്പോഴും ശക്തമായി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതേസമയം ഇറ്റലിക്ക് അതില്ല. ഇറ്റലിക്ക് ഫാസിസത്തിൻ്റെ അനുഭവമുണ്ട്, തീവ്രദേശീയതയുടെ അനുഭവം അവർക്കുണ്ട്. പക്ഷെ ഫ്രാൻസ് ഒരു കാലത്തും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഘടന അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾക്ക് ഇപ്പോഴും അവിടെ തൃണമൂല തലത്തിൽ സ്വാധീനമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ പ്രായോഗികമായി ഒരു ത്രെട്ട് വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മളെ ചരിത്രം വിലയിരുത്തുക.
അപ്പോൾ അവിടെ തീവ്രദേശീയത അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം ആ രാജ്യത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സംസ്കൃതിയെ, വളരെ ലിബറലായിട്ടുള്ള രാഷ്ട്രീയ സംസ്കൃതിയാണ് ഫ്രാൻസിനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ലിബറലായ ചിന്തിക്കുന്ന മനുഷ്യരുള്ള സ്ഥലം പാരീസൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പാരീസ് ഒരു സങ്കല്പ ലോകമാണ്. അപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം, മാനവികത, മനുഷ്യരെ സംബന്ധിച്ച് തുല്യതാ സങ്കല്പമുള്ള രാജ്യം. അപ്പം ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ ഉള്ളതിനേക്കാൾ അധികം ഈ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സമത്വ സങ്കല്പവും ഒക്കെ ഉള്ളത് ഈ ഫ്രാൻസിലാണ്. ആ പുരോഗമനപരമായ ചിന്ത. പക്ഷേ മുതലാളിത്ത വ്യവസ്ഥയായതുകൊണ്ട് ഈ സാമ്പത്തിക അസമത്വത്തിൻ്റെതായ വലിയ പ്രശ്നങ്ങൾ ആ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ വിശാലമായ പുരോഗമനപരമായ വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ജാൻ ലൂക്ക മെലൻകിൻ, അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്. അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് ഫാർ ലെഫ്റ്റ് എന്നാണ്, ഫാർ ലെഫ്റ്റ് അത്രയും. അപ്പോൾ അദ്ദേഹം ഇക്കോ സോഷ്യലിസവും അതുപോലെ മാർക്സിയൻ സോഷ്യലിസവും ഗ്രീൻ പൊളിറ്റിക്സും ഒക്കെ ചേർത്ത ഒരാശയ പരിസരമാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം 21ാം നൂറ്റാണ്ടിൽ സോഷ്യലിസം പൊതുവെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജെറമി കോർബിൻ മുന്നോട്ട് വെച്ചത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതുപോലെ ബേർണി സാൻഡേഴ്സിന്റെ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഉള്ള ഈ പിങ്ക് വസന്തം എന്ന് സൂചിപ്പിക്കുന്ന ഇടതുപക്ഷക്കാർ തുടർച്ചയായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന പ്രക്രിയയും ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ പുരോഗമന സ്വഭാവമുള്ള സോഷ്യലിസ്റ്റ് ആശയമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഫ്രാൻസിലെ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ ഒരു സർജ് ഉണ്ടായി, ഒരു മുന്നേറ്റമുണ്ടായി. പ്രകൃതിയെ സംരക്ഷിക്കുക, വൻകിട കോർപ്പറേറ്റുകളെ കൂടുതൽ ടാക്സ് ചെയ്യുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഈ കുടിയേറ്റ വിഭാഗക്കാരോടും ബ്ലൂ കോളർ ജോലിക്കാരോടും അനുഭാവപൂർണമായ നയങ്ങൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഇന്ത്യൻ കോൺഗ്രസിൽ പറയുകയാണെങ്കിൽ മാനവിക മുഖമുള്ള ഗ്ലോബലൈസേഷൻ എന്ന UPA-1 കാലത്ത് നമ്മൾ പറയുകയുണ്ടായി. ഗ്ലോബലൈസേഷൻ വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്നുള്ളതായിരുന്നു അന്നത്തെ CMPയുടെ സ്ലോഗൻ. കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് 1ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മാനവിക മുഖമുള്ള ഗ്ലോബലൈസേഷനാണ് നടപ്പാക്കിയത്. ഇങ്ങനെ മാനവിക മുഖമുള്ള സോഷ്യലിസം ഉറക്കെ പ്രഖ്യാപിക്കുന്നവരാണ് ഈ അപ്പം അവരുടെ ആശയങ്ങൾക്ക് വലിയ അംഗീകാരം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഇൻ്ററീം അറേഞ്ച്മെൻ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കോalition ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് മെലൻഖനാണ്. അപ്പം ഒരു ഫാർ ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന ഒരാൾ ഫ്രാൻസിൽ പ്രധാനമന്ത്രിയായി വരുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിപ്ലവകരമെന്ന് പറയേണ്ടി വരും. കാരണം മൊത്തത്തിലൊരു വലതുപക്ഷ തരംഗം ശക്തമായി നിൽക്കുന്ന സമയത്ത് ഒരു ഫാർ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാൾ, ഒരു ലിബറൽ ലെഫ്റ്റ് അല്ല, ഫാർ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാൾ ഫ്രാൻസിൽ പ്രധാനമന്ത്രി ആയേക്കാം. ഇത് പറയുമ്പോൾ ഈ സാധ്യത അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ നാഷണൽ റാലി പാർട്ടി ഇലക്ഷനിൽ പരാജയപ്പെട്ട് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പക്ഷേ 140 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, 143 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ വോട്ട് പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 33.3% വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ആശയങ്ങൾ, ഈ ഫാർ റൈറ്റ് ആയിട്ടുള്ള തീവ്രദേശീയമായിട്ടുള്ള തീവ്രവംശീയമായിട്ടുള്ള ആശയങ്ങൾ വലിയ തോതിൽ ഫ്രാൻസിൽ വേര് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടൂടെ നമ്മളതിനെ കാണണ്ടേ? തീർച്ചയായിട്ടും അതെ. ഈ വോട്ട് ഷെയർ നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. വ്യത്യസ്തമായൊരു ചിത്രമാണ് അവിടെ കിട്ടുന്നത്. കാരണം ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 650 അംഗ പാർലമെന്റിൽ 412 സീറ്റ് കിട്ടിയ ലേബർ പാർട്ടിക്ക് 34% വോട്ട് ഷെയർ, 34% ആണ്. അവിടെ പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിക്ക് 22%, 14% UK റിഫോംസ് പാർട്ടിക്ക്. രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 48%. എന്ന് പറഞ്ഞാൽ അവിടെ 412 സീറ്റ് നേടിയ ലേബർ പാർട്ടിയേക്കാൾ 4% വോട്ട് ഷെയർ ഉണ്ട് അവിടുത്തെ കൺസർവേറ്റീവ് ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾക്ക്. അപ്പം അവിടുത്തെ റൈറ്റിസ്റ്റുകളെയും ഫാർ റൈറ്റിസ്റ്റുകളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 38% വോട്ടായി. അപ്പം അതാണ് ഇംഗ്ലണ്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. അപ്പം ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ലേബർ പാർട്ടി ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും വോട്ട് ഷെയർ എടുക്കുമ്പോൾ അവിടെ ശക്തമായ ഒരു ബേസ് ഈ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് കിട്ടുന്നു എന്നത് വാസ്തവമാണ്. ഫ്രാൻസിൻ്റെ കാര്യത്തിലും ഇത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഒരു അലയൻസിലാണ്, അതായത് ഈ ഇടതുപക്ഷ പാർട്ടികളുടെയും മധ്യ വലതുപക്ഷ പാർട്ടികളുടെയും ഒരു സഖ്യത്തിലാണ്
ഒരു അറേഞ്ച്മെന്റ്, ഒരു ഇലക്ട്രൽ അറേഞ്ച്മെന്റിലാണ് ഇന്നത്തെ ഒരു റിസൾട്ട് ഉണ്ടായത്. അവരുടെ ഈ മാരി ലീ പെന്നിൻ്റെ പാർട്ടി റാലി നാഷണയിൽ 3ാം സ്ഥാനത്തേക്ക് പോയത്. പക്ഷെ അവരുടെ വോട്ട് ഷെയറിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ചേക്കാം. അതുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായ, കൂടുതൽ ഫലം തരുന്ന രീതിയിലുള്ള സഖ്യവും അതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും അവിടുത്തെ ജനാധിപത്യ ശക്തികൾ കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മുന്നേറ്റം ഇപ്പോഴുണ്ടായില്ലെങ്കിലും വരും വർഷങ്ങളിൽ ഈ തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക്, തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഇന്ത്യയായിട്ടുള്ളൊരു കമ്പാരിസൺ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷനായിട്ടുള്ളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ 1998 ഈ BJPയുടെ നേതൃത്വത്തിലുള്ള കൊയിലേഷൻ ഗവൺമെൻറ് വരികയും അത് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾക്ക് ജനവിധി ഉണ്ടായിട്ടും ഞങ്ങളെ പ്രതിപക്ഷം ഒന്നാകെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ പുറത്താക്കുന്നു, ഞങ്ങൾക്ക് ദേശീയതയിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ പുറത്താക്കുന്നു, ഈ നറേറ്റീവ് അവർ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിധിയോളം അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ റാലി പാർട്ടി ഇലക്ഷന് ശേഷം ഉള്ള അവരുടെ റിയാക്ഷൻസ് നോക്കുമ്പോൾ ഏതാണ്ട് അതേ നിലപാടിലാണ് അവരതിനെ വിശകലനം ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്കായിരുന്നു യഥാർത്ഥത്തിൽ അർഹത, ഞങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളാണ് യഥാർത്ഥ ദേശീയതയുടെ വക്താക്കൾ, ഫ്രഞ്ച് ജനതയുടെ ശബ്ദം ഞങ്ങളുടേതാണ്, പക്ഷേ ഞങ്ങളെ ഇതാ ഒരുമിച്ച് ചേർന്ന് അപ്പുറത്തുള്ള കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് തോൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വാദം അവിടെയും അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാദത്തിന് ഒരു എന്താ പറയുക, നമ്മൾ വളരെ ആഴത്തിലേക്ക് പോകാതെ ഒരു നേർക്കുനേർ ഒരു സ്വീകാര്യത കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലല്ലേ? അത് വളരെ കൂടുതലാണ്. കാരണം നിരന്തരമായി തോൽപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ജനങ്ങളിലെത്തിയാൽ അപ്പോൾ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും. അത് കേരളത്തിലും അത് പ്രവർത്തിച്ചിട്ടുണ്ട്. നിരന്തരമായി തോൽപ്പിക്കപ്പെടുന്നു എന്ന ഒരു നറേറ്റീവിൻ്റെ പുറത്താണ് ഇത്തവണ BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ട് വരും. ഇവരിങ്ങനെ എപ്പോഴും തോക്കുകയല്ലേ. കേരളത്തിലെ മേജർ പൊളിറ്റിക്കൽ ഫോർമേഷൻ UDF, LDF, മറ്റവർ ചെറിയൊരു, ഇത് രണ്ടും കഴിഞ്ഞാൽ ഏകദേശം 90% തീർന്നു. പിന്നെ ഒരു ചെറിയ വിഭാഗമാണ്. അവരെത്ര കാലമായി ഇങ്ങനെ തോക്കുന്നു. ഇത് ഒരു ചെറിയ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള സാധ്യത താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ട്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ 1998 വാജ്പേയി 13 ദിവസം പ്രധാനമന്ത്രിയായി പുറത്തു പോയപ്പോൾ വ്യാപകമായി BJP ക്യാമ്പയിൻ ചെയ്തത് ഈ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. എന്നാൽ വാജ്പേയി എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വളരെ ഇന്ത്യക്കാർക്ക് സ്വീകാര്യമായിരുന്നു. ഒരു ഹാർഡ് കോർ അധ്വാനി പോലെ അല്ലായിരുന്നു. എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പൊതുവെയുള്ള അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങളെല്ലാം ഒരു ലിബറൽ മനുഷ്യൻ്റെ, വളരെ സാത്വികനായ ഒരു മനുഷ്യൻ്റെ ചിത്രം മുന്നോട്ട് വെച്ചു. അദ്ദേഹം തന്നെ ഇത് മുഖംമൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാത്വികനായ, അഴിമതിയില്ലാത്ത, നിസ്വാർത്ഥനായ ഒരു നേതാവ് എന്ന ചിത്രമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യം ജനങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ പറ്റിയ സാഹചര്യമൊക്കെ ഈ ഒരു നറേറ്റീവിൻ്റെ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ മാരിൻ ലീ പെന്നിന് സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ സത്യം പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് ആണ് നടത്തിയത്. ഇപ്പോൾ സർക്കാരിന്, പാർലമെൻറ്റിന് കാലാവധി 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ നാഷണൽ പാർട്ടി വലിയ വിജയം നേടിയപ്പോൾ ഒരു സ്നാപ്പ് ഇലക്ഷൻ, പെട്ടെന്നൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു പാർലമെൻറ്റിലേക്ക്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കുറെ മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി രണ്ടാമതാണ് എത്തിയത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി രണ്ടാമതാണ് എത്തുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മാക്രോണിന് തന്നെ 2027 വരെ പ്രസിഡന്റ് പദവിയിൽ സ്ഥാനമുണ്ട്. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം പ്രസിഡന്റ് പദം ഒഴിഞ്ഞിട്ട് ഇലക്ഷനിലേക്ക് പോയേക്കാം. മാക്രോൺ ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മാരിൻ ലീ പെൻ എന്ന് പറയുന്ന നേതാവിന്, അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണല്ലോ, അവിടെ പ്രസിഡന്റിന് അധികാരങ്ങളുണ്ട്. നമ്മുടെ പോലത്തെ സിസ്റ്റം അല്ല, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റിന് അധികാരങ്ങൾ. അപ്പോൾ കുറെ വലിയ വിജയത്തിലേക്ക് ഈ തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധി എത്താനുള്ളൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നില്ലേ? അത് അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഇപ്പം മാക്രോൺ ഇപ്പോഴും വളരെ പോപ്പുലർ ആയിട്ടുള്ള നേതാവാണ് ഫ്രാൻസിൽ, സംശയമില്ല. പക്ഷേ വളരെ ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ അതിനെ അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടി വരും.
2027 അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല. മാരി ലീപ്പൻ ആവട്ടെ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റതാണ്. അവർ ഫ്രാൻസിൽ ഇപ്പോഴും വളരെ സ്വാധീനമുള്ള എല്ലാവരും അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇനി ഇടതുപക്ഷത്തിൻ്റെ നേതാവായി വന്നിട്ടുള്ള മെലൻഖൺ, അദ്ദേഹം ഇപ്പോൾ വളരെ പെട്ടെന്ന് 2016 അദ്ദേഹത്തിൻ്റെ പാർട്ടി 2016 ഫ്രാൻസ് അൺബോർഡ് എന്നാണ് FI എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പം LFI ലെ ഫ്രാൻസ് ലിമോയ്സ് അങ്ങനെ എന്താണ് എൻ്റെ പേര്, ഈ ഫ്രഞ്ച് ഭാഷയിലാണുള്ളത്. അപ്പം LFI എന്ന ആ പാർട്ടി 2016 സ്ഥാപിച്ച ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് LFI. അപ്പം LFI അല്ലെങ്കിൽ FI എന്ന് മാത്രവും പറയും. അപ്പോൾ ഈ പാർട്ടിയുടെ നേതാവാണ് മെലൻഖൺ. അദ്ദേഹത്തിന് പക്ഷേ ഈ മേരി ലീപ്പെൻ്റെ അത്രയും യഥാർത്ഥത്തിൽ പോപ്പുലർ അല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ ലീപ്പെൻ്റെ പാർട്ടിയുടെ അത്രയും വലിയ പാർട്ടിയല്ല. ഈ ഇടതുപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ അവിടെയുണ്ട്. അത് വരുമ്പോൾ നേരിട്ട് ഒരു പക്ഷേ ഒരു ഫാർ ലെഫ്റ്റ് നേതാവായിട്ടുള്ള ആളും അതുപോലെ ലീപ്പനും തമ്മിലൊരു മത്സരമൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ചിത്രം മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വലതുപക്ഷ പ്രസിഡന്റ് അവിടെ ഉണ്ടായിക്കൂടായില്ല. അത്തരമൊരു സാഹചര്യത്തിനുള്ള ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് എങ്കിലും അവരുടെ സാമ്പത്തിക എല്ലാ ബില്ലും സാമ്പത്തികമായ കാര്യങ്ങൾ, ബജറ്റ്, ഇതെല്ലാം പാർലമെന്റ് പാസ്സാക്കും. അപ്പം പോളിസിയുടെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നയം പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഉദാഹരണമായിട്ട് ഉക്രൈൻ യുദ്ധത്തിൽ സഹായിക്കണമോ വേണ്ടയോ, അത് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ്. പാർലമെന്റ് അനുമതി കൊടുക്കണം. കുടിയേറ്റ നയം രൂപീകരിക്കുന്ന സമയത്ത് എത്ര കുടിയേറ്റക്കാരെ സ്വീകരിക്കണം, അവരെ എങ്ങനെ പുനരധിവസിക്കണം, അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടവരും. തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരുമ്പോൾ എന്താണ് പാക്കേജ്, അവിടെ ഒരു റിവൈവൽ പാക്കേജ് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പാർലമെന്റിന് ഉത്തരവാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിന് പാർലമെന്റിന്റെ പിന്തുണയില്ലാതെ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഹങ് പാർലമെന്റ് അവിടെ ഉണ്ടായി. വേണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കും. ആ ഗവൺമെന്റ് മാക്രോണിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയും ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് വലതുപക്ഷ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ ഇടതുപക്ഷക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, പ്രത്യേകിച്ച് ഇക്കോ സോഷ്യലിസം, ഡെമോക്രാറ്റിക് സോഷ്യലിസം, ഗ്രീൻ പൊളിറ്റിക്സിന്റെ ആശയങ്ങൾ, ഇതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ടും അതിനെ തൻ്റെ ഗവൺമെന്റിന്റെ നയപരിപാടികളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടും മാത്രമേ മാക്രോണിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഒരുപക്ഷെ മാക്രോണിന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മാക്രോണിന്റെ പാർട്ടി ഒരു റൈറ്റ് പാർട്ടിയാണ്, വലതുപക്ഷ പാർട്ടിയാണ്. അവരുടെ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക നയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ക്ലാഷിനെ എത്രമാത്രം ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മാക്രോണിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രാജിവെച്ച് ഒരു പുതിയ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് പോയിക്കൂടായികയില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്നത് ഫ്രാൻസിലെ തെരുവുകളിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നതാണ്. സംഘർഷം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഘർഷമല്ല, പക്ഷേ ഈ നാഷണൽ റാലിയെ പിന്തുണയ്ക്കുന്ന ആളുകളും ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളും മാക്രോണിൻ്റെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒക്കെ തെരുവിലിറങ്ങുകയും അവർ പരസ്പരം പോരടിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അവിടെ കൗതുകരമായി തോന്നിയത്, ഞാൻ BBC-യുടെയും അൽ ജസീറയുടെയും അങ്ങനെ ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും റിയാക്ഷൻസ് ഒരുപാട് കണ്ടു. ഇവരുടെ എല്ലാം റിയാക്ഷൻസ് ഈ നാഷണൽ റാലി പാർട്ടിക്കെതിരാണ്. അതായത് ഫ്രാൻസിൻ്റെ ഒരു പൊളിറ്റിയിലേക്ക് കടന്നു കയറാനായിട്ട് ഈ ഫാർ റൈറ്റുകൾ അനുവദിക്കില്ല എന്ന് വളരെ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരെയാണ് അവിടെ കണ്ടത്. നമ്മുടേതിൽ നിന്ന് ഭിന്നമായിട്ട് കുറെക്കൂടെ വൈബ്രൻ്റായി ഈ രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെ തിരിച്ചറിയുന്ന ഒരു യങ് ജനറേഷൻ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കണോ? യെസ്,
യഥാർത്ഥത്തിൽ അവിടുത്തെ ഈ ബുദ്ധിജീവി വിഭാഗം, അവിടുത്തെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇതൊക്കെ അതുപോലെ അവിടുത്തെ മിഡിൽ ക്ലാസ് ഇൻ്റലക്ച്വൽസ് ഒക്കെ എക്കാലത്തും റവല്യൂഷണറിയാണ്. അത് ഇന്ത്യയിൽ അങ്ങനെ തന്നെയല്ലേ? പക്ഷെ അത് വോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളൊക്കെ ഇന്ത്യയിലെ ക്യാമ്പസുകൾ എടുക്കുക, ഇന്ത്യയിലെ ഇൻ്റലക്ച്വൽസ് എടുക്കുക, അതിൽ എത്ര പേരുണ്ട് BJPയുടെ വലതുപക്ഷ ആശയത്തെ പിൻപറ്റുന്നവർ? വളരെ കുറവാണ്. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സർവകലാശാലകൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ലിബറൽ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷ ആശയങ്ങളെയും പിൻപറ്റുന്നവരാണ്. പക്ഷേ റിസൾട്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഫ്രാൻസിലെ ഇപ്പോൾ ഈ യൂത്ത് വിശിഷ്യ, ഇപ്പം നമ്മൾ അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിലെ ക്യാമ്പസുകളിൽ അവർ ടെൻറ്റ് കെട്ടി സമരം നടത്തുകയാണ്. ഗസ വിഷയത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ്. അത് ഒക്കുപോയി വാൾ സ്ട്രീറ്റ് മൂവ്മെന്റ് തുടങ്ങിയ ആ ഒരു ടെൻഡൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടുത്തെ യൂത്ത്, അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടുത്തെ ഇൻ്റലക്ച്വൽസ്, ഇവരൊക്കെ വളരെ ശക്തമായി ഈ കഴുത്തറപ്പൻ ആഗോളീകരണ നയങ്ങളെയും സാമ്രാജ്യത്വ ഫോറിൻ പോളിസിയും ശക്തമായി വിമർശിക്കുകയും അതിനെതിരെ തെരുവിലിറങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇലക്ഷനിലേക്ക് വരുമ്പോൾ മറ്റ് ഒത്തിരി ഘടകങ്ങളുണ്ട്. കാരണം ഇവർ ബൗദ്ധിക വിഭാഗം എന്ന നിലയിൽ വളരെ പെട്ടെന്ന് ഇവർ ദൃശ്യമാകും. അതേസമയം ഈ ബ്ലൂ കോളർ ജോലിക്കാരോ അല്ലെങ്കിൽ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ പക്ഷേ ഇത്രയും ദൃശ്യാത്മകത കുറവാണ്. പക്ഷെ അവരുടെ വോട്ട് വരും എന്നുള്ളതാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. ഈ ട്രംപിന് വിജയത്തിലെത്തിച്ച ഘടകവും അത് തന്നെയാണ്. കഴിഞ്ഞ തവണ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം വളരെ വലിയ ക്യാമ്പയിൻ ആയിരുന്നു. അപ്പം ട്രംപിനെ പോലെയുള്ള ഒരാൾ അമേരിക്കയിൽ അധികാരത്തിൽ വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ ട്രംപ് വന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചവിടുത്തെ ബ്ലൂ കോളർ ജോലിക്കാരുടെ വോട്ടായിരുന്നു. അപ്പോൾ ഈ ദൃശ്യപരത നോക്കുമ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും മീഡിയയിലോ അല്ലെങ്കിൽ പൊതു അന്തരീക്ഷത്തിലോ വളരെ സജീവമായി അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം സമൂഹത്തിലെ ഏറ്റവും ചലനാത്മകമായ വിഭാഗം എന്ന നിലയിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ ഇൻ്റലക്ച്വൽസും ഒക്കെ വളരെ ലൗഡായിരിക്കും. അവരെ നമുക്ക് TV-യിൽ കാണാൻ സാധിക്കും, തെരുവിൽ കാണാൻ സാധിക്കും. അപ്പം അതിനെ ആ രൂപത്തിൽ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യേണ്ടി വരും. അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ, ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ സമരങ്ങൾ ഫ്രാൻസിൽ നമ്മൾ കാണുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണത്തിനെതിരെ വലിയ സമരം നടക്കുന്നു. അവിടുത്തെ റെയിൽവേ തൊഴിലാളികൾ വലിയ സമരം നടത്തുന്നു, ദിവസങ്ങൾ നീണ്ട സമരം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ സമരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അവിടുന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗ്രീൻ പാർട്ടിയും ഒക്കെ ചേർന്ന് ഈ സഖ്യത്തിന് കുറേ കൂടെ ഒരു പ്രോമിനൻസ് കിട്ടുകയും അവർ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയും ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഫ്രാൻസിൻ്റെ സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധിയിലാണ്. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. സംഘടിത തൊഴിൽ മേഖല അനുദിനം കുറഞ്ഞു വരികയാണ്. തൊഴിൽ സുരക്ഷിതയില്ല, ജീവ സുരക്ഷിതത്വമില്ല. ഈ പ്രശ്നങ്ങൾ വളരെ കാലമായി അവിടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന സമരങ്ങളോട് ജനങ്ങൾ പ്രതികരിച്ചതാണിത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാരി ലീപ്പൻ്റെ പാർട്ടി. ചാർലി ഹെബ്ദോയിൽ തുടങ്ങി ശക്തിപ്പെട്ടു വന്ന ഒരു വലതുപക്ഷവൽക്കരണമുണ്ട്. ചാർലി ഹെബ്ദോ ആക്രമിച്ച് തകർത്തു. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പലപ്പോഴും ഈ പാരീസിൻ്റെ ചേരി പ്രദേശങ്ങളിൽ പലപ്പോഴും വാഹനങ്ങൾ കത്തിക്കുന്ന ഒരു സമരം താങ്കളുടെ ഓർമ്മയിലുണ്ടാവും. 100 കണക്കിന് വാഹനങ്ങൾ തകർത്തുകൊണ്ട് അതിന് പ്രധാനമായിട്ടും അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർ, അവിടുത്തെ ചേരികളിൽ താമസിക്കുന്ന മനുഷ്യർ, പല സന്ദർഭങ്ങളിലും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയുടെ മറ്റിതര മേഖലയിൽ നിന്ന് അഭയാർത്ഥികളായി അവിടെ വന്ന് പാരീസിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള മനുഷ്യർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ പ്രാന്തങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അത്തരത്തിൽ സമരം നടത്തിയത്. എന്നുവെച്ചാൽ കാറൊക്കെ ഞങ്ങൾ കത്തിക്കും എന്നുള്ളതാണ്. അത് പക്ഷേ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് പക്ഷേ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണൊരുക്കി. അപ്പോൾ ഇത് 2 തരത്തിലുള്ള പ്രക്രിയയും അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികളുടെയും അതുപോലെ കർഷകരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും ജീവിത പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സമരങ്ങളിൽ നിന്നാണ് അവിടുത്തെ ഇടതുപക്ഷ പാർട്ടിയും സോഷ്യലിസ്റ്റുകളും ഒക്കെ ഊർജ്ജം ഉൾക്കൊള്ളുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം അതിൻ്റെ നിദർശനമാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള വൈകാരികമായ
ആളുകളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ നിന്നാണ് വലതുപക്ഷ പാർട്ടികൾ അവരുടെ ഊർജ്ജം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പ്രക്രിയയും നടക്കുന്നു എന്നാണ് ഫ്രാൻസ് നൽകുന്ന സൂചന. ഒരു ഭാഗത്ത് തീവ്ര വലതുപക്ഷവൽക്കരണം നടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഇടതുപക്ഷ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളുടെ എണ്ണം ഈ സമരങ്ങളുടെയും ബഹുജന മുന്നേറ്റങ്ങളുടെയും ഒക്കെ ഭാഗമായി അനുദിനം കൂടി വരുന്നുണ്ട്. ഇതാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വിലയിരുത്താവുന്ന കാര്യങ്ങൾ. നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കോവിഡ് പീക്ക് ചെയ്യുന്നതും അത് പീക്ക് ചെയ്തതിന് ശേഷം താഴേക്കിറങ്ങുന്നതിൻ്റെ ഒക്കെ കണക്കുകൾ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം അതിൻ്റെ പീക്കിലേക്ക് എത്തിയതിന് ശേഷം താഴുകയാണോ അതോ അത് അതിൻ്റെ യഥാർത്ഥ പീക്കിലേക്ക് ഇനിയും എത്താനിരിക്കുകയാണോ എന്ന് നമുക്ക് ഒരുപക്ഷെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും കൃത്യമായി മനസ്സിലാക്കാനാവുക. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.